അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് UFO പൈലറ്റ്സിന് ആർക്കെങ്കിലും അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായതായിട്ടോ കണ്ടതായിട്ടോ എന്തെങ്കിലും റിപ്പോർട്ട്സ്? പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും. കണ്ടിട്ടുണ്ട്. അതെ, സാധാരണ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനോ സാധനങ്ങൾക്കോ അങ്ങനെ പറക്കാൻ പറ്റില്ല. ഇവിടെ നിന്നും ഗൾഫ് സെക്ടറിലേക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അറേബ്യൻ സീ ക്രോസ് ചെയ്ത് തീരാറാകുന്ന ഒരു സമയത്താണ് ഞാൻ ഒരിക്കലും ഇതുപോലെ കാണുകയും എൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഓഫീസറിൻ്റെ അടുത്ത് ഇത് കാണിച്ചു കൊടുക്കുകയും ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം അത് നോക്കിയിരിക്കുകയും ചെയ്തു. അതായത് ഞാൻ കണ്ടത് 3 ഷൈനിങ് ഓബ്ജക്ട്സ് വളരെ ദൂരെയായിട്ട്. നമസ്കാരം ക്യാപ്റ്റൻ രമേശ്. നമസ്കാരം. താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് ഷൂട്ടിന് പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കുട്ടികൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അപ്പോൾ അവർ വരാൻ അവരുടെ വിലങ്ങ് തടിയായിട്ട് കാണുന്ന 1-2 കാര്യങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത്, നമുക്ക് റോഡിലാണെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിയാം, റൈറ്റിലോട്ട് തിരിയാം. ഇനി വഴി തെറ്റിയാൽ തന്നെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് തിരിച്ച് റോഡിലോട്ട് എത്താം. അല്ലെങ്കിൽ പക്ഷേ ഈ സ്കൈയിൽ വഴി തെറ്റാണ്ട് എല്ലായിടത്തും ഒരുപോലെ തോന്നിക്കുന്ന സ്കൈയിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്നാണ് ഇവർക്ക് അറിയേണ്ട. ഫസ്റ്റ് വളരെ രസകരമായ കാര്യമാണ്. ഫ്ലൈ ചെയ്യുമ്പോൾ പ്ലെയിനിൻ്റെ കോക്പിറ്റിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാർക്ക് പോലും ഈ വിൻഡോയിൽ കൂടെ പുറത്തോട്ട് നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകാനില്ല. ഒന്നുകിൽ നീലാകാശം, അല്ലെങ്കിൽ കുറേ ക്ലൗഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഗ്രേ കളറിൽ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ എങ്ങനെയാണ് വഴി കണ്ടുപിടിച്ച് പോകുന്നതെന്ന് വെച്ചാൽ, ഇതെല്ലാം വളരെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള നമ്മളുടെ ഹൈവേസ് പോലെ എയർവേസ്. അപ്പോൾ നമുക്ക് റോഡിൽ ഹൈവേസും ജംഗ്ഷൻസും ഒക്കെ ഉള്ള പോലെ ആകാശത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള എയർവേസും ജംഗ്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഈ എയർവേ ഫോളോ ചെയ്ത് തന്നെയാണ് എല്ലാ പ്ലെയിനുകളും പോകുന്നത്. ഇത് ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതെല്ലാം തന്നെ എല്ലാ പ്ലെയിനുകളുടെയും കമ്പ്യൂട്ടേഴ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൂട്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഏത് റൂട്ടാണ് പോകേണ്ടതെന്ന് അതിനകത്തുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അതുവഴി ഇത് ഓട്ടോമാറ്റിക്കലി പോകുള്ളൂ. ഇന്നും പല ഫ്ലൈറ്റുകൾ ലോകത്തുനിന്ന് അപ്രത്യക്ഷമായ കഥകൾ. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ലോജിക്ക്? ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ അടുത്തിടയ്ക്ക് വരെയും സംഭവിച്ചിട്ടുള്ളത്. മലേഷ്യൻ എയർലൈൻസ് ഉൾപ്പെടെയുള്ള ചില വിമാനങ്ങൾ പെട്ടെന്ന് കാണാതാവുകയും അതിനെക്കുറിച്ച് ലോകം എമ്പാടുമുള്ള ഗവൺമെൻറ്റ്സ് വരെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടീംസ് അന്വേഷിച്ചിട്ട് ഒന്നും ഉത്തരം കിട്ടാതെ പോവുകയും ചെയ്ത അവസ്ഥകളുണ്ട്. അങ്ങനെ അപൂർവമാണെങ്കിലും ചില കഥകളുണ്ട്. പണ്ട് കാലത്ത് തൊട്ട് തന്നെയുള്ളൊരു കാര്യമാണ് ബർമുഡ ട്രയാങ്കിൾ, കേട്ട് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉത്തരം കിട്ടാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉത്തരം മുട്ടിയ അവസ്ഥയാണ് എനിക്കും നമുക്കെല്ലാവർക്കും ഉള്ളത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇതിൽ കൂടുതലായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പൈലറ്റ്സിൻ്റെ ഇടയിലും ഒക്കെ തന്നെ ഇതിനെപ്പറ്റി ഒരു ചർച്ച നടക്കാറുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇതൊരു സാധാരണ ജനങ്ങൾക്ക് കാണുന്ന ഒരു അതിശയോക്തിക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ തലത്തിലൊരു അതിശയോക്തി എന്തായാലും ഇതിനുണ്ടാവുമല്ലോ. അതെ, ഞങ്ങളുടെ തലത്തിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ ടെക്നിക്കലായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരന് ഉത്തരം കിട്ടാതെ വരുന്നതിന് അപ്പുറമായിട്ട് ഞങ്ങൾക്ക് അത്ര പോലും ഉത്തരം കിട്ടാറില്ല. കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നാവിഗേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്ന വരെയുള്ള കൃത്യമായ കണക്കുകളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ എയർവേയും ജംഗ്ഷൻസും, അപ്പോൾ ഓരോ ജംഗ്ഷൻസ് എത്തുമ്പോഴും ഞങ്ങൾ അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യും ഞങ്ങൾ ചെല്ലുന്ന സമയം എന്തായിരിക്കണമെന്നും അതിൽ നിന്ന് എത്ര മിനിറ്റ് വ്യത്യാസമുണ്ടോ എന്നും ആ സമയം എത്തുമ്പോൾ എത്ര ഫ്യൂവൽ ഉണ്ടായിരിക്കണമായിരുന്നുവെന്നും അത് ശരിക്കും എത്തുമ്പോൾ എത്രയുണ്ടെന്നും അതിൽ വ്യത്യാസമുണ്ടോ എന്നും എല്ലാം ഞങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഫ്ലൈറ്റിലും, എല്ലാ പൈലറ്റ്സും. അങ്ങനെ കൃത്യമായ കണക്കനുസരിച്ചാണ് ഞങ്ങൾ ഓരോ ഫ്ലൈറ്റും ചെയ്യുന്നത്, ചെറുതും വലുതുമായിട്ടുള്ള. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാനോ ഡൈജസ്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും പൈലറ്റ്സ് തമ്മിലുണ്ടാകുന്നതേ ഉള്ളൂ. പക്ഷേ എൻഡ് റിസൾട്ട് ഉത്തരമില്ലാത്ത ചില കാര്യങ്ങൾക്ക് റിയാലിറ്റിയിൽ ഇപ്പോഴും മിസ്സിംഗ് ആണ്, മിസ്സിംഗ് ആയിട്ട് തന്നെ മിസ്സിംഗ് ആയിട്ട് നിൽക്കുക. അതെ. ഇപ്പം നമ്മൾ ഈ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് UFO നമ്മളങ്ങനെ വിളിക്കാറുണ്ട്. ഇപ്പം US ഗവൺമെൻറ് വരെ UFO പറ്റി സംസാരിക്കുന്നു, അന്യഗ്രഹ ജീവികളെ പറ്റി സംസാരിക്കുന്നു. ഈ UFOയും അന്യഗ്രഹ ജീവികളും ഒക്കെ ഉണ്ട് എങ്കിൽ, ഉണ്ടെന്നിപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുന്നു, അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫയൽസ് പുറത്തു വിടാൻ US ഗവൺമെൻറ് തയ്യാറാവുന്നു, കുറച്ച് പുറത്തു വിട്ടുന്നു. കൂടുതൽ ഈവൻ പല ശാസ്ത്രജ്ഞന്മാരും സംസാരിക്കുന്നു.
അപ്പോൾ ഈ സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഇത് ആകാശത്തിലാണല്ലോ ഉണ്ടാവേണ്ടത്. ഇത്രയും ഫ്ലൈറ്റുകൾ പറക്കുകയും മറ്റും ചെയ്യുമ്പോൾ പൈലറ്റ്സിന് ആർക്കെങ്കിലും അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായതായിട്ടോ കണ്ടതായിട്ടോ എന്തെങ്കിലും റിപ്പോർട്ട്സ്? പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ചില ഫ്ലൈയിങ് ഓബ്ജക്ട്സ് ആകാശത്ത് കാണുന്നതായിട്ടും ചിലവരെ അടുത്ത് കാണുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിനകത്ത് അടുത്ത് കാണുന്ന ചില ഓബ്ജക്ട്സ് അല്ലാതെ തന്നെ, ഓബ്ജക്ട്സിനെ പറയാൻ പറ്റുന്നുള്ളൂ, കാര്യം അതിന് നമ്മളുടെ പ്ലെയിനുകളെ പോലുള്ള ഷേപ്പോ ഒന്നും അല്ല ഈ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളത് വല്ലതും റൗണ്ട് ഷേപ്പ് ഒക്കെയാണ്. ഒരുപാട് ഷേപ്പുകളിലുള്ള ഇങ്ങനത്തെ ഫ്ലൈയിങ് ഓബ്ജക്ട്സിനെ കണ്ടതായിട്ട് പലരും ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദൂരെ വളരെ ദൂരെയായിട്ടാണെങ്കിലും ചില ഷൈനിങ് ഓബ്ജക്ട്സ് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്പീഡിൽ പറക്കുന്നതായിട്ടൊക്കെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും. കണ്ടിട്ടുണ്ട്. അതെ, അത് ശരിക്കും ഇവിടെ നിന്നും ഗൾഫ് സെക്ടറിലേക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മളുടെ അറേബ്യൻ സീ ക്രോസ് ചെയ്ത് തീരാറാകുന്ന ഒരു സമയത്താണ് ഞാൻ ഒരിക്കലും ഇതുപോലെ കാണുകയും എൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഓഫീസറിൻ്റെ അടുത്ത് ഇത് കാണിച്ചു കൊടുക്കുകയും ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം അത് നോക്കിയിരിക്കുകയും ചെയ്തു. അതായത് ഞാൻ കണ്ടത് 3 ഷൈനിങ് ഓബ്ജക്ട്സ് വളരെ ദൂരെയായിട്ട് വളരെ ഉയരത്തിലുമാണ്. അതായത് സാധാരണ പ്ലെയിനുകൾക്ക് പറക്കാൻ പറ്റുന്ന ഏകദേശം നല്ല ഉയരത്തിലാണ് ഞങ്ങളും പറക്കുന്നത്. 35,000 സാധാരണ ഒരു 30,000 to 40,000 ഫീറ്റ് നോർമൽ ആയിട്ടുള്ള എല്ലാ എയർക്രാഫ്റ്റ്സും ഫ്ലൈ ചെയ്യുന്ന ഒരു റേഞ്ചാണ്. ഞങ്ങൾ ഫ്ലൈ ചെയ്തത് തന്നെ ഏകദേശം 36,000 or 38,000 ഫീറ്റിലായിരുന്നു അന്ന്. അതിൽ നിന്നും വളരെ ഉയരത്തിൽ എന്ന് പറയുമ്പോൾ സാധാരണ പ്ലെയിനുകൾക്ക് എന്തായാലും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, വളരെ ദൂരത്തുമാണ്. പക്ഷേ എന്നാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള 3 ഷൈനിങ് ഓബ്ജക്ട്സ് അതിവേഗതയിൽ പോകുന്നതായിട്ട് കണ്ടു. അത് സാധാരണ അങ്ങനെ കാണുന്നത് ഷൂട്ടിംഗ് സ്റ്റാർസ് മുകളിലും താഴേക്കാണോ സഞ്ചരിക്കുന്നത് അതോ പാരലി പോകും? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സാധാരണ ഇങ്ങനെ കാണുന്നത് ഷൂട്ടിംഗ് സ്റ്റാർസ് ഞങ്ങൾ ഒരുപാട് കാണാറുണ്ട്. അത് യാത്രക്കാർക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് കുറേ കൂടെ ഫുൾ വിൻഡോസ് ചുറ്റുമുള്ളതുകൊണ്ട് രാത്രി സമയത്ത് വളരെ രസകരമായി കാണാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചെറിയ ലൈറ്റ് പാസ് ചെയ്യുന്ന പോലെ ഈ ഷൂട്ടിംഗ് സ്റ്റാർസിനെ കാണാൻ പറ്റും. അത് നമ്മൾ സാധാരണ പലർക്കും കാണാൻ പറ്റും. അതിൽ നിന്നും ഒരുപടി ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത്. കാര്യം ഭൂമിയുടെ നമ്മുടെ സർഫസിൽ നിന്നും ഏകദേശം ഒരു 5,000 ഫീറ്റ് വരെ അല്ലെങ്കിൽ ഒരു 10,000 ഫീറ്റിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പൊല്യൂഷനകത്താണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലെയർ ഓഫ് എയർ വിത്ത് ലോട്ട് ഓഫ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, ഒരുപാട് പൊല്യൂഷനും പുകയും ഡേർട്ടും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ലെയറിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ ലെയറിന് അപ്പുറം മുകളിലോട്ട് നല്ല ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് പറന്ന് പൊങ്ങിക്കഴിയുമ്പോൾ ഈ ലെയറിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ മുകളിലോട്ട് കാണുന്നതെല്ലാം കുറേ കൂടെ ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ രാത്രി കാലത്ത് വളരെ ക്ലിയർ ആയിട്ട് നൈറ്റ് സ്കൈ, സ്റ്റാർസ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ അവസ്ഥയിൽ ഈ ഷൂട്ടിംഗ് സ്റ്റാർസിനെയും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ കാണുന്ന അവസ്ഥയിൽ സാധാരണ ഷൂട്ടിംഗ് സ്റ്റാർസ് എപ്പോഴും ഇങ്ങനെ കത്തിത്തീരുന്നത് നമുക്ക് കാണാം. ഒരു തീവോളം പോലെ ഇങ്ങനെ പോയി ചെറുതായിട്ട് പോയിട്ട് അത് തീർന്നു പോകും. പക്ഷെ ഈ കണ്ട 3 ബ്രൈറ്റ് ലൈറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലൈനിൽ ഇങ്ങനെ പോകുന്ന പോലെ അല്ല കണ്ടത്. ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ്ഡ് ആയിട്ട് 3 എണ്ണവും ഇങ്ങനെ വട്ടം കറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ കണ്ടതിന് ശേഷം കുറച്ച് നേരം വട്ടം കറങ്ങിയിട്ട് ഇത് 3ഉം ഒരു ഡയറക്ഷനിലേക്ക് വളരെ വേഗത്തിൽ പോകുന്നത് കണ്ടു. ഒന്നിനു പുറകെ ഒന്നായി ഒരുമിച്ച് പോകുന്നത് കണ്ടു. ഇങ്ങനെ നോർമലി നമ്മൾ സാധാരണ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനോ സാധനങ്ങൾക്കോ അങ്ങനെ പറക്കാൻ പറ്റില്ല, വളരെ വേഗതയാണ്. അപ്പോൾ ഞങ്ങൾ പൈലറ്റ്സ് ആയതുകൊണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇത്രയും വേഗത്തിൽ എന്തായാലും പറക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിത് പുറത്ത് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ല, അല്ലേ? വളരെ ദൂരെയായിട്ട് ഇപ്പം നമ്മളൊരു നല്ല ഷൈനിങ് സ്റ്റാറിനെ കാണുന്ന പോലെ 3 ലൈറ്റ്സ്, അത് കൂടുതലായിട്ട് അതിനെ ഡിഫെൻസ് ചെയ്യാനൊന്നുമില്ല. 3 ലൈറ്റ്സ് ഒരുമിച്ച് 3 എണ്ണം ഒരു ട്രയാങ്കിൾ പോലെ, അത് 3 എണ്ണം ഇങ്ങനെ വട്ടം കറങ്ങുന്നു. അതിന് ശേഷം ഇങ്ങനെ പെട്ടെന്ന് പറന്നു പോകും. ഇത് കണ്ടതിന് ശേഷം രാത്രി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറേ നേരം ആലോചിച്ചു എന്ത് വേണം. ഇത് നമ്മൾ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് വയർലെസ് കോൺടാക്റ്റിലാണ്, അവരെ അറിയിക്കണം. പക്ഷേ അവരെ അറിയിച്ചാൽ എന്ത് പറയും? അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് കണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അത് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആയിരുന്നോ എന്തായിരുന്നു നമുക്ക് തന്നെ അറിഞ്ഞൂടാ. കുറച്ചു നേരം ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് ഈ 3 എണ്ണവും തിരിച്ചു വന്നു.
അതേ സ്ഥലത്ത്, എന്നിട്ട് വീണ്ടും ഇതുപോലെ കറങ്ങുകയും അത് കഴിഞ്ഞ് പിന്നെ വളരെ വേഗത്തിൽ പോവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നെ കണ്ടിട്ടില്ല. ഇത് ഏകദേശം ഒരു വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചിലവരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ചിലവരെങ്കിലും ഇതുപോലെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ചില നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, നമ്മളുടെ വിവേകത്തിനും അപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇതൊക്കെ കുറേ കൂടെ ക്ലാരിറ്റി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നോർമലി എല്ലാ ഫ്ലൈയിങ് ഒബ്ജക്ട്സും ഫ്ലൈ ചെയ്യുന്നത് ഡയറക്ഷൻ ബേസ്ഡ്. എങ്ങോട്ട് പോകണം, എവിടെ വരണം. സപ്പോസ് ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ GPS അങ്ങ് കട്ടാവുകയാണ്. പക്ഷേ ഫ്ലൈറ്റിന് യാതൊരു കേടുമില്ല, കൃത്യമായി ഫ്ലൈ ചെയ്യും. ഒരു പൈലറ്റ് വിചാരിച്ചാൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റുമോ? എനിക്കിതിന് കൃത്യമായ ഉത്തരവുണ്ട്. ആദ്യം തന്നെ ഈ പ്ലെയിനുകളെല്ലാം GPS തന്നെയാണുള്ളത്. നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നില്ലേ? ഈ ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? GPS എന്ന് പറഞ്ഞ സംവിധാനം വെച്ചിട്ട്. GPS എന്ന് പറയുന്നത് നമ്മളുടെ ആകാശം മൊത്തം കവർ ചെയ്ത്, അതായത് ലോകം മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ സാറ്റലൈറ്റ്സ് എപ്പോഴും നമ്മളെ നോക്കിയിരിക്കണം. അതായത് നമ്മളുടെ കയ്യിലുള്ള ഫോണുകളെയോ അതുപോലെ GPS എക്യുപ്മെൻറ്റിനെ നോക്കിയാണ് അതിരിക്കുന്നത്, സ്പോട്ട് ചെയ്യാണ് എവിടെയാണെന്നുള്ളത്. ഈ സാറ്റലൈറ്റ്സ് നമ്മളെ സ്പോട്ട് ചെയ്യുന്ന, ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലൊക്കേഷൻ വെച്ചിട്ടാണ് GPS വർക്ക് ചെയ്യുന്നത്. അഥവാ നമ്മളുടെ ഗൂഗിൾ മാപ്സ് വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതേ സംവിധാനം എല്ലാ പ്ലെയിനുകളിലും ഉണ്ട്, ഇതേ GPS സംവിധാനം. ഈ GPS സംവിധാനത്തിൻ്റെ കൂടെ മറ്റ് സംവിധാനങ്ങളുമുണ്ട്. അതായത് ഒരു പ്ലെയിനിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് മറ്റ് കുറഞ്ഞ പക്ഷം 3 സംവിധാനങ്ങളും കൂടെ എല്ലാ പ്ലെയിനുകളിലും ഉണ്ട്. ഈ സംവിധാനങ്ങളുടെ എല്ലാം ഒരു ആവറേജ് എടുത്തിട്ട് ആണ് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് GPS എന്ന് പറയുന്നതുകൊണ്ട് അതൊരു ലൊക്കേഷൻ തരും. അതിൻ്റെ കൂടെ മറ്റ് സംവിധാനങ്ങൾ, ഡിസ്റ്റൻസ് മെഷറിംഗ് എക്യുപ്മെൻ്റ് ഉണ്ട്. ഒരു പോയിന്റിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പ്ലെയിൻ നിൽക്കുന്നതെന്നും ഏത് ഡയറക്ഷനിൽ ഏത് പോയിന്റിലാണെന്നുള്ളത് ഇത് അളക്കും. അതുപോലെ വേറെ ഒരു സംവിധാനം പോലൊരു സാധനമാണോ? അല്ല, ഇത് ഓരോ ഗ്രൗണ്ട് സ്റ്റേഷൻസിൽ നിന്നും ഓരോ എക്യുപ്മെന്റ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഈ പ്ലെയിൻ എവിടെയാണെന്നുള്ള ദൂരവും ഡയറക്ഷനും അളക്കുന്ന എക്യുപ്മെന്റ് ആണ്. അല്ല, അത് പൈലറ്റിനും അറിയാൻ പറ്റും. പൈലറ്റിനും അറിയാൻ പറ്റും. അതെ, നമുക്കും അറിയാൻ പറ്റും. കൺട്രോൾ റൂമിലും അറിയാം, പൈലറ്റിനും. അതെ. അതേപോലെ ഇനേഷ്യൽ റെഫറൻസ് സിസ്റ്റം എന്ന് പറയുന്ന IRS എന്ന് പറയുന്ന ഒരു സംവിധാനം പണ്ട് തൊട്ടേ കുറേ നാളായിട്ട് ഈ പ്ലെയിനുകളിലുള്ളതാണ്. അത് ഈ പ്ലെയിനകത്ത് തന്നെ ഒരു എക്യുപ്മെൻ്റ് ആണ്. ഈ പ്ലെയിൻ എവിടെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഒരു പ്ലെയിനിൽ കയറുന്ന സമയത്ത് ഒരു എയർപോർട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, ഈ സ്ഥലത്തിന് ഒരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് പൊസിഷൻ ഉണ്ട്. ഈ ഗ്ലോബിൽ, നമ്മുടെ ഗ്ലോബിൽ എവിടെയാണ് അത് നിൽക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ പൊസിഷനുണ്ട്. ഇത് എല്ലാ എയർപോർട്ടിലെയും എല്ലാ പാർക്കിംഗ് സ്റ്റാൻഡിലും നമ്മുടെ മുമ്പിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്. ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് പോയിന്റ് ഇതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ IRS എന്ന് പറയുന്ന സംവിധാനം ഈ പ്ലെയിൻ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളത് അളന്നുകൊണ്ടിരിക്കും. അത് ഏത് ഡയറക്ഷനിൽ എങ്ങോട്ട് മൂവ് ചെയ്താലും ഈ സംവിധാനം അതിനെ ലൊക്കേഷൻ പോയിന്റ് ചെയ്യും. ഈ സംവിധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. ഇത് ഇനിയിപ്പം ഡൈവേർട്ട് ചെയ്താൽ തന്നെ നമ്മൾ ആ പോയിന്റിലേക്ക് അതിനെ എത്തിക്കേണ്ട ജോലി പൈലറ്റിനുള്ളതാണോ, അതോ സ്വാഭാവികമായിട്ട് അത് എത്തുമോ? അല്ല, ഇത് ജസ്റ്റ് നമ്മളുടെ എയർക്രാഫ്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം. GPS എങ്ങനെയാണ് നമ്മളെ ലൊക്കേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഈ സംവിധാനം നമ്മളെ ലൊക്കേറ്റ് ചെയ്യുന്നു. GPS മുൻപ് ഒരു പക്ഷേ ഇത് ഉപയോഗിച്ചായിരിക്കണം പറഞ്ഞിരുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് കുറേ നാളായിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഇപ്പോൾ കുറേ കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ ഉപയോഗിച്ച്, പണ്ട് ജൈറോസ് എന്ന് പറഞ്ഞ കറങ്ങുന്ന ജൈറോസ് വെച്ചിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ഇത് പണ്ട്. ഇന്ന് അത് ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലേസർ ജൈറോസ് എന്ന് പറയും. കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ജൈറോ, GYRO, ജൈറോ. ഈ സംവിധാനം വളരെ ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇതും GPS-ഉം പിന്നെ ഡിസ്റ്റൻസ് മെഷറിംഗ് എക്യുപ്മെന്റ് ഉണ്ട്. പിന്നെ അതേപോലെ പല എയർപോർട്ട്സിലും അല്ലാതെയുള്ള പല സ്ഥലങ്ങളിലും VOR എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റാണ്. അത് നമ്മുടെ FM റേഡിയോ വേവ്സ് ഉണ്ടല്ലോ, അതേപോലത്തെ റേഡിയോ വേവ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാവുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള പല സംവിധാനങ്ങൾ
കൂട്ടിക്കുഴച്ച് അതിൻ്റെ ഒരു ആവറേജ് എടുത്ത് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ സംവിധാനങ്ങൾ മുഴുവൻ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട അല്ലെ ഗൈഡിങ്ങുമായി ബന്ധപ്പെട്ട ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ട മുഴുവൻ സാധനങ്ങളും ഒരു പ്ലെയിൻ അങ്ങ് നഷ്ടപ്പെട്ടു എന്ന് വയ്ക്കാം. പക്ഷേ എൻജിൻ സൈഡിൽ പ്ലെയിനിന് യാതൊരു പ്രശ്നമില്ല, ഫ്ലൈ ചെയ്യിപ്പിക്കാം, കൺട്രോൾ ചെയ്യിപ്പിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഒരു പൈലറ്റിൻ്റെ സെൻസ് കൊണ്ട് അതിനെ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റുമോ? ഈവൻ നിയറസ്റ്റ് എയർപോർട്ട് പോലും കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു ഫ്ലൈറ്റ് എത്തപ്പെടുന്നു എന്ന് ചുമ്മാ ഞാൻ അസ്യൂം ചെയ്തതാണ്. ഒരു പൈലറ്റ് അത് വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു പ്ലെയിൻ എഞ്ചിനൊന്നും കേടാവാതെ കൃത്യമായി ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഫ്ലൈയബിൾ ആണ്. പക്ഷേ എങ്ങോട്ട് പോകുന്നെന്ന് അറിയാൻ വയ്യ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഫ്രാങ്ക്ലി. അപ്പോൾ അതിനാണ് ഒന്ന് പോയാൽ രണ്ടാമത്തത് പോയാൽ മൂന്നാമത്തത് പോയാൽ നാലാമത്തെന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങൾ ഇതിന് ബാക്കപ്പ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതും ഇപ്പോൾ GPS ഉണ്ടെന്ന് പറഞ്ഞൊരു പ്ലെയിനിൽ ഒരു GPS അല്ല, 2 GPS ഉണ്ട്. ഒന്ന് കേടായാൽ രണ്ടാമത്തതുണ്ട്. അപ്പോൾ ഒരു GPS കേടായാൽ രണ്ടാമത്തെ GPS, 2 GPS കേടായാൽ മൂന്നാമത്തെ വേറെ എക്യുപ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നാലാമത്തെ എക്യുപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒന്ന് പോയാൽ അടുത്തതും അതിൻ്റെ അടുത്തതുമായിട്ടുള്ള ബാക്കപ്പ് സിസ്റ്റംസ്. രമേശ് എൻ്റെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം തന്നില്ല. അല്ല, അതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും പോവുക എന്ന് പറയുന്നത് ഇതുവരെയും സംഭവിക്കാത്തൊരു റെയർ സിറ്റുവേഷനാണ്. അങ്ങനെ സംഭവിച്ചു പോയാൽ പിന്നെ ആകെ ഒരു പൈലറ്റിന് ചെയ്യാൻ പറ്റുന്നത് ഇത് പുറത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും താഴേക്ക് വന്ന് നമ്മുടെ സർഫസ്, നമ്മുടെ ഗ്രൗണ്ട് കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തുക, അവിടെ സേഫായിട്ട് എവിടെ കൊണ്ട് ഇറക്കാൻ പറ്റുമെന്ന് നോക്കുക. ഒരു എയർപോർട്ട് കണ്ടാൽ, ഒരു റൺവേ കണ്ടാൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ ഒരു റോഡ് കണ്ടാൽ അവിടെ കൊണ്ട് ഇറക്കുക, അങ്ങനെ ഒരു തുറസായ സ്ഥലം കണ്ടാൽ കൊണ്ട് ഇറക്കുക, ക്രാഷ് ലാൻഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളായി നമ്മൾ പൊതുവെ ലോകം മൊത്തം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗൾഫിൽ ഒരു വാർ നടക്കുന്നുള്ളത്. ഈ വാർ തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെയും പൈലറ്റ്സ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ നിന്നും അറബിക്കടൽ കടന്ന് ഗൾഫ് റീജിയനിലേക്ക് എത്തുന്നതും ഈ GPS എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാവുകയാണ്. ഇത് ജാം ചെയ്യുകയാണ് അവർ ആക്ച്വലി. അതാരാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം സ്ഥിരമായിട്ട് ആ ഒരു ഏരിയ, ഗൾഫ് ഏരിയ മൊത്തം GPS സംവിധാനം വർക്ക് ചെയ്യുന്നില്ല നേരെ. എന്ന് പറയുമ്പോൾ പ്ലെയിനുകൾക്ക് മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലും സാധാരണക്കാർക്ക് ഗൂഗിൾ മാപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതൊരു വഴിതെറ്റും. കാര്യം ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇത് ജാം ചെയ്ത് വെച്ച്, ഇതിൻ്റെ സിഗ്നൽസ് ജാംഡാണ്. അപ്പോൾ ഇവിടെ നിന്നും പ്ലെയിൻ GPS ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി പോയി ഏകദേശം കടൽ കടന്ന് ഗൾഫ് രാജ്യം ആദ്യം എത്തുന്നത് ഒമാനാണ്. ആ ഒമാൻ അടുക്കുന്ന ഭാഗം എത്തുമ്പോഴത്തേക്കും ഈ GPS അങ്ങ് പോവുക. ആദ്യം ഞാൻ പറഞ്ഞു 2 GPS കാണും ഒരു പ്ലെയിനിൽ. ആദ്യം GPS ഒരെണ്ണം പോയി, കുറച്ചു നേരം കഴിഞ്ഞ് രണ്ടാമത്തതും പോയി. ഈ 2 GPSും പോയി കഴിഞ്ഞാൽ പിന്നെന്ത്, നേരത്തെ പറഞ്ഞ ബാക്കപ്പ് സിസ്റ്റംസ് അപ്പോഴും ഉണ്ട്. നമുക്കപ്പോഴും റൂട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളതാണ് ഞങ്ങൾ സ്ഥിരമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഞാൻ ഈ ചോദിച്ച ക്രൈസിസിൻ്റെ ഒരു ഭാഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ജാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാറ്റലൈറ്റിൽ നിന്ന് ജാം ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ ഇത്രയും ഹൈറ്റ് മുകളിൽ പോലും ഇത് കിട്ടാത്തത്. അപ്പോൾ ഇത് വളരെ അതെ, അവർക്ക് അത് തന്നെയാണ് വേണ്ടതും. അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ പല കാരണങ്ങൾ കാണാം. ഈ GPS പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈൽസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ വേണ്ടിയായിരിക്കും ഇത് മനഃപൂർവ്വമായിട്ട് ജാം ചെയ്ത് വെച്ചിരിക്കുന്നത് തോന്നുന്നു. ലൊക്കേഷൻ കണ്ടുപിടിക്കാതിരിക്കും, ആക്യുറസി കളയാൻ വേണ്ടി. അതെ, കൃത്യമാണ്.